ഓം ശാന്തി. ഞാൻ ഒരു അതിസൂക്ഷ്മ ജ്യോതി ബിന്ദു സ്വരൂപ ആത്മാവാണ്. ഭൃഗുടി മധ്യത്തിൽ വിരാജമാനായി ഞാൻ ആത്മാവ് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. ബിന്ദു രൂപത്തിൻ്റെ സ്മൃതിയിൽ ഞാൻ ദേഹത്തിൻ്റെയും ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും വിസ്മൃതി ഉണ്ടാകുന്നു. പരമാത്മസ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്ത് ഞാൻ എൻ്റെ കണക്ഷൻ സർവശക്തിവാൻ ശിവബാബയോട് ചേർക്കുന്നു. ഓൾമൈറ്റി ശിവബാബയിൽ നിന്നും പവർഫുൾ കറന്റ് ഞാൻ ആത്മാവിലേക്ക് പ്രവാഹിതമാകുന്നു. പരമാത്മശക്തിയിലൂടെ സർവബന്ധനങ്ങളുടെ ചരടുകളും പൊട്ടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ മായയുടെ സർവവികാരങ്ങളുടെയും ബന്ധനങ്ങളിൽ നിന്ന് മുക്തമാകുന്നു. ഈ ജീവിതത്തിൽ തന്നെ അസീമമായ ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. വ്യക്തി, പരിതസ്ഥിതി, സമസ്യ എന്നിവയുടെ വായുമണ്ഡലത്തിൻ്റെ പ്രഭാവത്തിൽ നിന്നും ഞാൻ മുക്തമാകുന്നു. ഈ വിശ്വനാടകത്തിൽ പാർട്ടഭിനയിച്ചുകൊണ്ട് ഓരോ ദൃശ്യത്തെയും സാക്ഷിയായി കാണുകയാണ്. മാനം, അപമാനം, നിന്ദാസ്തുതി, ജയപരാജയം സർവ്വതിൻ്റെയും പ്രഭാവത്തിൽ നിന്നും ഞാൻ മുക്തമാണ്. ഭയം, ഇച്ഛ, ചിന്ത ഇതിൽ നിന്നെല്ലാം മുക്തമായി ഞാൻ യോഗയുക്തമായിരിക്കുന്നു. ജീവിതത്തിൽ തന്നെ ജീവൻ ബന്ധനത്തിൽ നിന്നും മുക്തമായി സുഖശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. ഓരോ ആത്മാക്കളുടെയും പ്രതി മനസ്സിൽ ശുഭഭാവനയും ശുഭകാമനയും ഉണ്ടാകുന്നു. സർവരെയും സന്തോഷത്തിൻ്റെയും സുഖത്തിൻ്റെയും അനുഭവം ചെയ്യിക്കുന്നു. വൃത്തി, വൈബ്രേഷൻ വചനത്തിലൂടെ സർവർക്കും സുഖത്തിൻ്റെ അനുഭവമുണ്ടാകുന്നു. ഈ ലോകത്തെ സുഖിയാക്കുന്നു. ഈ ജീവൻ മുക്ത സ്ഥിതി ശ്രേഷ്ഠമാണ്, വിചിത്രമാണ്. സർവരുടെയും സദ്ഗതി ചെയ്യുന്ന ജീവൻ മുക്തി ദാതാവായ ബാബ എൻ്റെ പിതാവാണ്. ഞാൻ പരംപിത പരമാത്മാവിൻ്റെ
സന്താനമാണെന്ന ലഹരിയിലിരിക്കുന്നു. പൂർണ്ണമായ നിശ്ചയമില്ലെങ്കിൽ ബുദ്ധിയിൽ ബാബയുടെ ഓർമ്മ നിലനിൽക്കില്ല. യഥാർത്ഥ രീതിയിൽ തിരിച്ചറിഞ്ഞ് ഓർമ്മിക്കുന്നവരുടെ വികർമ്മം നശിക്കുന്നു. ബാബ വന്ന് സ്വയം തൻ്റെയും തൻ്റെ വീടിൻ്റെയും പരിചയം നൽകുന്നു. എൻ്റെ ബുദ്ധിയിൽ ഇപ്പോൾ സുഖധാമമാണ്, അതാണ് സ്വർഗം. ബാബ പരിധിയില്ലാത്ത ധനവാനാണ്. എന്നെ ഉയർന്നതിലും ഉയർന്നതാക്കി മാറ്റുന്നു. ഞാൻ പരംപിത പരമാത്മാവിൻ്റെ സന്താനമാണ്. ബാബ തന്നെയാണ് ജീവൻ മുക്തിദാതാവും സദ്ഗതിദാതാവും. ആദ്യം സത്യയുഗത്തിൽ ജീവൻ മുക്തസ്ഥിതി ഉണ്ടാകുന്നു. ഇവിടെ ജീവിത ബന്ധനമാണ്. ജ്ഞാനസാഗരനായ ബാബ നോളഡ്ജ്ഫുള്ളാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം ബാബ മനസ്സിലാക്കി തരുന്നു. ഞാൻ ദേഹത്തിൽ നിന്നും വേറിട്ട് ദേഹി അഭിമാനിയായിത്തീരുന്നു. ബാബയുമായി യോഗം വച്ച് പാവനമാകുന്നു. ഞാനിപ്പോൾ ബ്രാഹ്മണ ധർമ്മത്തിലേക്ക് ദത്തെടുക്കപ്പെട്ടിരിക്കുകയാണ്. ശിവബാബയിലൂടെ പ്രജാപിത ബ്രഹ്മാവിൻ്റെ സന്താനമായി മാറിയിരിക്കുന്നു. എനിക്ക് 84 ജന്മങ്ങളുടെ ചക്രത്തിൻ്റെ ജ്ഞാനം ലഭിച്ചു. ജ്ഞാനസാഗരൻ വരുമ്പോൾ ഭക്തി അവസാനിക്കുന്നു. രാത്രി അവസാനിച്ച് പകൽ ആരംഭിക്കുന്നു. ലോകം പഴയതാകുമ്പോഴാണ് ബാബ വരുന്നത്. ജ്ഞാനത്തിലൂടെ സദ്ഗതി ഉണ്ടാക്കുന്നു. സദ്ഗതിക്കു വേണ്ടി തന്നെയാണ് ജ്ഞാനം. ഈ പഴയ ലോകത്തിൽ പരിധിയില്ലാത്ത വൈരാഗിയായി ദേഹത്തെ പോലും മറന്ന് ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കുന്നു. നിശ്ചയബുദ്ധിയായി ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. ഹം സോ സോഹം എന്ന മന്ത്രത്തെ യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്നു. ബ്രാഹ്മണനിൽ നിന്നും ദേവതയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. അന്തർമുഖതയുടെ അഭ്യാസത്തിലൂടെ അലൗകിക ഭാഷയെ മനസ്സിലാക്കുന്ന സദാ സമ്പന്നരായി ഭവിക്കൂ എന്ന വരദാനമാണ് ബാബയിൽ നിന്നും ഞാൻ പ്രാപ്തി ചെയ്തത്. യോഗി ജീവിതത്തിൻ്റെ ഭാഷയാണ് കണ്ണുകളുടെ ഭാഷ, ഭാവനയുടെ ഭാഷ, സങ്കല്പങ്ങളുടെ ഭാഷ. ഞാൻ ഈ ആത്മീയ ഭാഷയുടെ അഭ്യാസിയായി മാറുന്നു. ബാബയ്ക്ക് എന്നെ കൺപോളകളിലിരുത്തി കൊണ്ടുപോകാൻ മാത്രം ഞാൻ ഭാരരഹിതമായി മാറുന്നു. ഓം ശാന്തി.